ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കൂട്ടുകൂടാത്തവരായിട്ട് ആരുമില്ല അല്ലേ? എവിടെയും ഗ്യാങ് ഉണ്ട്. ഗ്യാങ് എവിടെയുണ്ടോ അവിടെ കളിയാക്കലുകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, പുച്ഛഭാവങ്ങളുണ്ട്. പലപ്പോഴും ചിലരൊക്കെ അതിൽ ഇരയായി മാറുന്നവരാണ്. ഒരുപക്ഷെ തിരിച്ച് മറുപടിയൊന്നും പറയാൻ പറ്റാതെ സുഹൃത്തുക്കളുടെ ഇടയിൽ അവരെല്ലാവരും ഒന്നിനു പുറകെ ഒന്നൊന്നായി കളിയാക്കി നമ്മുടെ മുഖത്ത് ചെളിവാരി തേക്കാറുണ്ട്. അതിൽ അവർ ആനന്ദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ മനസ്സ് മുറിയുന്നത്, ഹൃദയം വേദനിക്കുന്നത് പലപ്പോഴും ഈ ഗ്യാങ് അറിയാറില്ല അല്ലെങ്കിൽ ചിന്തിക്കാറില്ല. ഒരു പക്ഷേ ലോകം ഏറ്റവും നന്നായി കളിയാക്കുന്നവനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഹീറോയാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ അവർ വെറും സീറോയാണ്, വെറും വട്ടപൂജ്യമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു ഫാമിലി, അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവൾ ചിക്കൻ കഴിക്കുന്നില്ല. ചിക്കൻ കഴിക്കാത്ത ഒരു പെൺകുട്ടി. അത്ഭുതം തോന്നി. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൾ പറയുന്നത്, വളരെ കുഞ്ഞുനാളിൽ, വർഷങ്ങൾക്ക് മുന്നേ കുഞ്ഞുനാളിൽ അപ്പൻ ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി അവളെ വിളിച്ചു. അതായത് കോഴിയെ കൊല്ലാൻ വേണ്ടി അവളെ വിളിച്ചു. അവൾ പോയില്ല. അപ്പൻ മൂത്തവളെ വിളിച്ച് ആ കോഴിയെ കൊന്നു. എന്നിട്ട് കോഴിയുടെ കാല്, ചിക്കൻ്റെ കാലെടുത്ത് ഇവളുടെ ശരീരത്തിലേക്ക് എറിഞ്ഞിട്ടു. ഇവൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചിക്കൻ കാല് വന്ന് ഇവളുടെ മേത്ത് വീഴുന്നത്. ഇവൾ കണ്ട പാടെ ഇവൾ ഷോക്കായിപ്പോയി. ഇവൾ പേടിച്ചു, ഭയന്നു. പിന്നീട് ഒരിക്കലും, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ചിക്കൻ കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു ചെറിയ കളിയാക്കലുകളായിരിക്കാം, പക്ഷേ അത് അനേകരെ മുറിപ്പെടുത്തും. നമ്മളൊക്കെ ആണി അടിക്കുന്നവരാണല്ലേ? ആണി അടിക്കാൻ സുഖമാണ്, പക്ഷേ തറച്ച ആണി പറിച്ചെടുക്കുമ്പോൾ ആ പാട് അതൊരിക്കലും മാറുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലെ മുറിവുകൾ അതുതന്നെയാണ്. ആരെയും കളിയാക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.